വെൽക്കം ടു നമസ്തേ തിങ്സ്. ഞാൻ ഷൈനി. ഇന്നിവിടെ ഞാനൊരു ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വിഭവം എന്ന് പറയുമ്പോഴത്തേനും ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മളിപ്പം അപ്പത്തിനൊരു കറി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടിയപ്പത്തിനൊരു കറി വേണം, അങ്ങനെയൊക്കെ നമ്മൾ ഷർവടയായത് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം. അതായത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടൊക്കെയുള്ള വെജിറ്റബിൾ എടുത്തിട്ട് ഒരു വെജിറ്റബിൾ കുറുമ, വളരെ ഡെലീഷ്യസ് ആയിട്ട് അങ്ങനെ ഒരു കുറുമ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഈ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ സ്പെഷ്യലി ഇത് പൂരിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആദ്യം ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ നിറയെ വെജിറ്റബിൾ, അതുപോലെ മിക്സ് വെജിറ്റബിളാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. ഞാൻ ഈ വെജിറ്റബിളാണ് എടുത്തത്. പിന്നെ ഇവിടെ ഒരു റെഡ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് 1 റെഡ് ഒനിയൻ ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ആദ്യം എണ്ണയ്ക്കകത്തിടാൻ വേണ്ടിയിട്ട് ഒരു ക്ലോവും ഒരു സ്മോൾ പീസ് സിനമനും പിന്നെ ഒരു ബേ ലീഫും. ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ തേങ്ങ, കാമുറി തേങ്ങ മതിയാവും. പിന്നെ അതിനകത്ത് ഒരു 1 സ്മോൾ ഒനിയൻ, ഫെനൽ സീഡ് ഒരു 1/2 ടീസ്പൂൺ, ഒരു 5 6 7 കാഷ്യൂനട്ട്, ഒരു പോട് വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ജിഞ്ചർ. ഇത്രയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇത് നല്ല പേസ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മഞ്ഞൾ ഉപയോഗിക്കാം, മഞ്ഞൾ ഉപയോഗിക്കാതെ ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതെല്ലാം അരച്ചെടുത്ത് കാണിക്കും. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടായി, അതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിനകത്തോട്ട് ഒനിയൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒനിയൻ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് ട്രാൻസ്ലൂസിഡ് ആവുന്നത് വരെ ഇങ്ങനെ. അപ്പോൾ ഈ ഒനിയൻ ഇപ്പോൾ ഇവിടെ ട്രാൻസ്ലൂസിഡ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ആ ക്ലോവും ബേ ലീഫും സിനമൺ സ്റ്റിക്കും ഇട്ട് കൊടുത്തു. നമുക്കിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മഞ്ഞൾ ഇട്ട് കൊടുത്തു. അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തു, അത് ആവശ്യത്തിന്. ഇനി അതിനകത്തോട്ട് വെജിറ്റബിൾ ആഡ് ചെയ്യാൻ പോണേ. വെജിറ്റബിൾ ആഡ് ചെയ്തു. ഇനി അതിനകത്തോട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിനി ഇതിനകത്തോട്ട് 1/2 ഗ്ലാസ് തിളപ്പിച്ച ആവശ്യം വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. ഇതിനി അടച്ചു വെച്ചു 10 മിനിറ്റ് വേവിക്കണം. ഇത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ എല്ലാം നല്ല കുക്കായിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ച് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തേങ്ങ അരച്ചതെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ചെടുക്കണം. So the delicious kurma is ready. I'm just going to add a little bit of garam masala to garnish. So that's it. Then mix well. Keep it on the cooker for 1 minute. Then it will be ready. വളരെ ടേസ്റ്റിയായ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അരോമാറ്റിക് സ്മെൽ, നല്ല ഒരു യമ്മി ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇത് ചപ്പാത്തിയോ പൂരിയോ എനിക്കിഷ്ടമുള്ള നാനോ എന്തിൻ്റെ കൂടെയെങ്കിലും കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.